സോ സ്ലൈഡ് വിസിബിൾ ആണ് വിചാരിക്കുന്നു. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടോ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ എനർജി സോഴ്സസ്. അതിൽ വി ഹാവ് ഡിസ്കസ്ഡ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ സോഴ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് we were discussing about renewable and non-renewable type of energy and conventional and non-conventional source of energy. അതിൽ റിന്യൂവബിൾ റിസോഴ്സസിൽ വരുന്നതായിരുന്നു സോളാർ എനർജി, വിൻഡ് എനർജി, ജിയോ തെർമൽ, വുഡ്, ഹൈഡ്രോ പവർ, ബയോമാസ് ഒക്കെ. ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസിൽ വരുന്നതായിരിക്കും ലൈക്ക് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ എനർജി. അതൊക്കെ നോൺ റിന്യൂവബിൾ ടൈപ്പ് ഓഫ് റിസോഴ്സസിൽ വരുന്നതാണ്. ഇനി കൺവെൻഷണൽ റിസോഴ്സസിൽ വരുന്നതാണ് ദിസ് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഫയർവുഡ്, ഫ്യൂൽ വുഡ് എക്സെട്ര. ആൻഡ് നോൺ കൺവെൻഷണൽ റിസോഴ്സസിൽ വരുന്നതാണ് സോളാർ, വിൻഡ് എനർജി, ഹൈഡ്രോ പവർ, ടൈഡൽ പവർ ഒക്കെ. സോ ഇനി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ റിന്യൂവബിൾ റിസോഴ്സസിനെ പറ്റിയിട്ടാണ്. അതായത് സോളാർ എനർജി, അങ്ങനെ എന്തൊക്കെ റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ട് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകും. സോ റിന്യൂവബിൾ എനർജിയിൽ ഫസ്റ്റ് വരുന്നതാണ് സോളാർ എനർജി. റിന്യൂവബിൾ എനർജിയിൽ ഫസ്റ്റ് വരുന്നതാണ് സോളാർ എനർജി. എന്താണ് സോളാർ എന്ന് ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. സോളാർ എനർജി എന്താ? എനർജി ഫ്രം സൺലൈറ്റ്. സോ സോളാർ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ഇറ്റ് ഇസ് എ ലാറ്റിൻ വേർഡ് ഫോർ സൺ. സോളാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ദാറ്റ് ഇസ് വേർഡിന്റെ മീനിങ് തന്നെ സൺ എന്നാണ്. ആൻഡ് സോളാർ പവർ ഇസ് ദ എനർജി ഫ്രം ദ സൺ. പ്രണവ് പറഞ്ഞ പോലെ തന്നെ എനർജി ഫ്രം സൺലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എനർജി ഫ്രം ദ സൺ. ആൻഡ് നമ്മളിപ്പം ഈ നോക്കുവാണെങ്കിൽ ഈ സോളാർ പവർ എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ ഫ്രീ സോഴ്സ് ഓഫ് എനർജിയാണ്. ഇത് റിന്യൂവബിൾ ഫ്രീ സോഴ്സ് ഓഫ് എനർജി ആണ്. ആൻഡ് ഇറ്റ് ഈസ് സസ്റ്റൈനബിൾ ഓൾസോ. നമ്മൾ ഈ എനർജി യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ തരത്തിലുള്ള ഒരു കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷനോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഈ സോളാർ എനർജി എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ എനർജിയും കൂടിയാണ്. ആൻഡ് ഇറ്റ്സ് ടോട്ടലി ഇൻഎക്സോസ്റ്റിബിൾ ആണ്. അതായത് ഫ്രീ ആണ്, ഇത് റിന്യൂവബിൾ ആണ്, ഇറ്റ് ഈസ് ഇൻഎക്സോസ്റ്റിബിൾ എന്ന് നമുക്ക് പറയാം. സോ സോളാർ എനർജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇറ്റ്സ് എനർജി ഫ്രം ദ സൺ ആണ്. ആൻഡ് ദ സോളാർ റേസ് or solar energy we have been using since beginning of this time, and it is vital to all living things. അതായത് എല്ലാ ലിവിങ് തിങ്സിനും വൈറ്റൽ ആയിട്ട് വേണ്ടുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. ആൻഡ് നമ്മളിത് സ്റ്റാർട്ടിങ് ബിഗിനിങ് മുതലേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. പക്ഷെ in addition to the solar energy, it's been a constant source. Heat and electricity are other form of energy that can be made from solar energy. അല്ലേ? സോളാർ എനർജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ഹീറ്റ്, കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് എനർജിയാണ്. ഈ സോളാർ എനർജിനെ കൂടാതെ സോളാർ എനർജിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എനർജി, ഫോം ചെയ്യാൻ പറ്റുന്ന പോലത്തെ എനർജിയാണ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് ഈ സോളാർ എനർജിന്ന് ഫോം ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഈ ഒരു സോളാർ എനർജിന്റെ അല്ലെങ്കിൽ ഈ സോളാർ പവറിന്റെ ലാർജസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫ്രീ ആൻഡ് അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജിയാണ്. ഈ സോളാർ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീ സോഴ്സ് ഓഫ് എനർജിയാണ്. ആൻഡ് അതിന്റെ ഒരു ലിമിറ്റ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് സോളാർ എനർജി. ആൻഡ് ഇത് അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജിയാണ്. സോ നമുക്കറിയാം ഈ സൺറേസ് എന്ന് പറഞ്ഞ വിച്ച് ഇസ് എന്താ പറയാ, സണ്ണിന്റെ അകത്തുനിന്ന് റേഡിയേറ്റ് ചെയ്ത് വരുന്ന സൺറേസ്, അതായത് ഡ്യൂ ടു ന്യൂക്ലിയർ ഫ്യൂഷനോ ഫിഷനോ എന്തൊക്കെ ആയിക്കോട്ടെ, അത് 8 മിനിറ്റ്സോളം എടുക്കും എർത്ത് സർഫസിലേക്ക്, എർത്ത് അറ്റ്മോസ്ഫിയറിൽ റീച്ച് ചെയ്യാൻ about 8 minutes it will take. സോ ഈ സൺ റേസിന്റെ അകത്ത് UV റേഡിയേഷൻസും ഉണ്ടാവും. അതായത് UV റേഡിയേഷൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ വിസിബിൾ റേഡിയേഷൻസ് ഉണ്ടാവും, അതേപോലെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അതായത് വിസിബിൾ ലൈറ്റ് ഉണ്ടാവും, UV റേഡിയേഷൻസ് ഉണ്ടാവും, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉണ്ടാവും. ആൻഡ് ദ എനർജി റീച്ചിങ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ, നമ്മൾ ഈ പറഞ്ഞ സൺലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് എനർജി വിച്ച് ഇസ് റീച്ചിങ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ, അതിൻ്റെ അകത്ത് 8% UV റേഡിയേഷൻസ് ഉണ്ടാവും, 46% വിസിബിൾ ലൈറ്റ് ഉണ്ടാവും, ആൻഡ് അനദർ 46 ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. നമ്മൾ പാസ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സണ്ണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഫോർ ഡ്രൈയിങ് ആണ്. നമ്മൾ ക്ലോത്ത്സ് ഒക്കെ ഡ്രൈ ചെയ്യാനും ആ ഡ്രൈയിങ് പെർപ്പസിനാണ് സണ്ണിന്റെ എനർജി നമ്മൾ പാസ്റ്റ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സോളാർ എനർജി തന്നെയാണ് നമ്മൾ ക്ലോത്ത്സ് ഒക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടി. സോ റീസെന്റ് ആണ് ഈ
ഈ പറഞ്ഞ സോളാർ എനർജി അതർ ഫോം ഓഫ് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മുന്നേ തന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഈ പറഞ്ഞ പോലെ ഈ ക്ലോത്ത്സ് ഡ്രൈ ചെയ്യാനും പിന്നെ അങ്ങനെ ഡ്രൈയിങ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു സോളാർ എനർജി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ റീസെന്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ജനറേറ്റിംഗ് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സോളാർ എനർജി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സോളാർ എനർജിന്റെ ഡിസഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ അതിന്റെ ഒരു നമ്മൾ കംപ്ലീറ്റ്ലി ഈ സോളാർ എനർജി നമ്മളിപ്പം പറഞ്ഞു സോളാർ എനർജിന്റെ ലാർജസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് അത് ഫ്രീ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജിയാന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജിയും ഫ്രീ സോഴ്സ് ഓഫ് എനർജി ആണെങ്കിൽ കൂടി പക്ഷെ നമുക്ക് ഈ സോളാർ എനർജിന്റെ മുകളിൽ കംപ്ലീറ്റ്ലി റിലേ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള കാരണം എന്താ? അതിൽ കംപ്ലീറ്റ്ലി റിലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ആർക്കും ഒരാൾക്ക് പറയാൻ പറ്റും. കാരണം എന്താ? സിമ്പിൾ റീസൺ ആണ്. ആലോചിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നൈറ്റിൽ കിട്ടൂലേ? കറക്റ്റ് ആണ്. ഈ സൺ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ നൈറ്റ്. അതാണ് മെയിൻ റീസൺ. പിന്നെ ഇൻ സം ഡേയ്സ്, അതായത് ഇപ്പോൾ റെയിനി ഡേയ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലൗഡി ഡേ ആയിക്കോട്ടെ ആൻഡ് അതർ നാച്ചുറൽ കണ്ടീഷൻ, വേറെ എന്തെങ്കിലും നാച്ചുറൽ കണ്ടീഷൻ സൺ പവർഫുൾ റേസ് കാൺ റീച്ച് ടു അസ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലൂടെ നമുക്ക് എത്താൻ പറ്റാത്ത കണ്ടീഷൻസ് വരും. സോ ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ സോളാർ എനർജിന്റെ മുകളിൽ കംപ്ലീറ്റ്ലി റിലേ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു സോളാർ എനർജി എന്താന്ന് പറഞ്ഞു, അതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു, അതിന്റെ നമ്മൾ റീസെന്റ് ആണ് ഈ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് അതർ ഫോം ഓഫ് പവർ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മുന്നേ ഇത് അവൈലബിൾ ആണെങ്കിൽ കൂടി അത് നമ്മൾ വേറെ ഒരു ഡിഫറെന്റ് പേർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു. സോ ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കംപ്ലീറ്റ്ലി ഇതിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്ന് കൺക്ലൂഷൻ പറഞ്ഞു. ഇനി ഇതിന്റെ ഒരു കോസ്റ്റ്, ഓവറോൾ കോസ്റ്റ്, ഇപ്പൊ ഒരു സോളാർ പാനൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഓവറോൾ കോസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഷോർട്ട് ടേം പീരീഡ് നോക്കുവാണെങ്കിൽ അത് നമുക്ക് പറയാം ലിറ്റിൽ എക്സ്പെൻസീവ് ആണെന്ന് പറയാം. അതായത് ഇനീഷ്യലി സോളാർ പാനലൊക്കെ സെറ്റപ്പ് ചെയ്യാൻ ഒരു മോർ എക്സ്പെൻസീവ് ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ടെക്നോളജി ആണെന്ന് പറയാം. പക്ഷെ അതൊരു ലോങ് ടേം ബേസ്ഡ് നമുക്ക് നോക്കുവാണെങ്കിൽ അതൊരു കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജിയാണെന്ന് നമുക്ക് പറയാം ഈ സോളാർ പാനൽ സെറ്റപ്പ്. അത് നമ്മളിപ്പോൾ ഒരു ഇനീഷ്യൽ കോസ്റ്റും നമ്മൾ പേ ചെയ്ത് സോളാർ പാനൽ നമുക്ക് സെറ്റപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇപ്പം നോക്കുവാണെങ്കിൽ അതൊരു കോസ്റ്റ് എക്സ്പെൻസീവ് ആണെന്ന് പറയാം. കാരണം ഇനീഷ്യൽ സെറ്റപ്പിന് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ലോങ് ടേമിൽ നമുക്ക് നോക്കുമ്പോൾ അത് വളരെ കാലം നീണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. സോ എന്താ ഈ പറഞ്ഞ ഈ സോളാർ എനർജി എന്ന് അല്ലെങ്കിൽ സോളാർ പാനൽ നമ്മൾ വെക്കുന്നതിന് കോസ്റ്റ് എഫക്റ്റീവ് എന്നും കൂടി നമുക്ക് പറയാം. ഇനി ഈ സ്ലൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സോളാർ എനർജി ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പോയിന്റ് കാണാം. തെർമൽ കൺവേർഷൻ ഉണ്ട്, അതേപോലെ ഫോട്ടോ കൺവേർഷൻ ഉണ്ട്. ഈ തെർമൽ കൺവേർഷനും ഫോട്ടോ കൺവേർഷനിലേക്ക് നമ്മൾ വരുന്നത് സോളാർ എനർജി ടെക്നോളജി നമുക്ക് രണ്ട് രീതിയിൽ ക്യാപ്ചർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. രണ്ട് രീതിയിൽ നമുക്ക് സോളാർ എനർജീനെ ക്യാപ്ചർ ചെയ്യാം. ഐദർ നമുക്കൊരു ഹീറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ക്യാപ്ചർ ചെയ്യാം. അതായത് സോളാർ എനർജി ക്യാൻ ബി ക്യാപ്ചർഡ് ഇൻ ടു ഫോംസ്. ഐദർ ഇറ്റ് ക്യാൻ ബി ക്യാപ്ചർഡ് ആസ് ഹീറ്റ് or it can be captured as electrical energy. So solar energy technology comprises of two different categories. Adana, there is solar thermal conversion und solar photovoltaic conversion. That is photo conversion und heat thermal conversion und adeyapole solar photovoltaic conversion und ee solar thermal conversion il nammal solar energy is converted into heat. നമ്മൾ ഹീറ്റിലേക്കും കൺവേർട്ട് ചെയ്യാം, ഇലക്ട്രിസിറ്റിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം സോളാർ എനർജീനെ. സോ ഈ സോളാർ തെർമൽ കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സോളാർ എനർജീനെ ക്യാപ്ചർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഹീറ്റിലാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്, ദാറ്റ് ഈസ് തെർമൽ കൺവേർഷനിനകത്ത് സോളാർ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് ആൻഡ് ഇൻ സോളാർ വോൾട്ടേജ്, അതായത് ഫോട്ടോ കൺവേർഷൻ്റെ അകത്ത് ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു വോൾട്ടേജ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി. സോ ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ സോളാർ എനർജീനെ നമുക്ക് രണ്ട് രീതിയിൽ ക്യാപ്ചർ ചെയ്യാം. തെർമൽ കൺവേർഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഫോട്ടോ കൺവേർഷൻ ഉണ്ട്. തെർമൽ കൺവേർഷൻ്റെ അകത്ത് വാട്ട് വി ആർ ഡൂയിങ് ഇസ് സോളാർ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് ആൻഡ് ഫോട്ടോ കൺവേർഷൻ്റെ അകത്ത് സോളാർ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി. സോ രണ്ട് രീതിയാണ്, ഒന്ന് ഹീറ്റ് ആയിട്ടും ഒന്ന് ഇലക്ട്രിസിറ്റിയിലെ വോൾട്ടേജ് ആയിട്ടും. ഇനി ഈ കാണിച്ചിരിക്കുന്നത് ഈ സോളാർ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ്. Solar technique which provide broad number of applications ആണ്, which of them are listed below.
അതായത് ഈ കാണിച്ചിരിക്കുന്നത് തന്നെ സോളാർ വാട്ടർ ഹീറ്ററായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ സോളാർ സ്പേസ് ഹീറ്റിംഗ് ഓഫ് ബിൽഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, സോളാർ എയർ കണ്ടീഷനിങ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യാം, സോളാർ റെഫ്രിജറേഷൻ ആയിട്ട് യൂസ് ചെയ്യാം, സോളാർ ഡ്രൈയിങ് ആയിട്ട് യൂസ് ചെയ്യാം, സോളാർ കുക്കിംഗ്, solar electricity, solar greenhouses, solar furnaces, solar desalination, and solar production, solar electricity. That's photovoltaic എന്ന് പറയും. സോ ഇത്രയാണ് ഇതിന്റെ സോളാർ എനർജീന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് സോളാർ എനർജീന്റെ ആപ്ലിക്കേഷൻസ്. ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം ആണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം. ജസ്റ്റ് ഫിഗർ എല്ലാവരും ഒന്ന് നോക്കിയേ. സോ ഈ ഫിഗർ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതൊരു സോളാർ, നമ്മൾ സാധാരണ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം, അതായത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇപ്പം മിക്ക ഹീറ്ററും വർക്ക് ചെയ്യുന്നത് അല്ലേ? നമ്മളൊക്കെ ചില സ്ഥലത്തൊക്കെ പോയാൽ കാണാം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് ഹീറ്റർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് വിത്തൗട്ട് യൂസിങ് ഇലക്ട്രിസിറ്റി നമുക്ക് എങ്ങനെ വാട്ടർ ഹീറ്റ് ചെയ്യാവുന്നത്? ദാറ്റ് ഈസ് ബൈ യൂസിങ് സോളാർ പാനൽ. സോ ഹീറ്റ് ഫ്രം ദ സൺ ഈസ് യൂസ്ഡ് ടു ഹീറ്റ് ദ വാട്ടർ. ഇവിടെ സണ്ണെന്നുള്ള സൺലൈറ്റ് ആണ് നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ ഗ്ലാസ് പാനൽ ഓഫ് അവർ റൂഫ്, നമ്മൾ ഈ ഒരു സോളാർ പാനൽ, ഗ്ലാസ് പാനൽ നമ്മൾ റൂഫിന്റെ മേലെ, അതായത് വീടിന്റെ റൂഫിന്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഫ്രം സൺ ഈസ് യൂസ്ഡ് ടു ഹീറ്റ് ദാറ്റ് വാട്ടർ. Sun is used to heat that water. So first step നോക്കാം. Here this is the first step. That is sunlight enters the collector through the glass covering of or glazing. ഇതാണ് സോളാർ പാനൽ കാണിച്ചിരിക്കുന്നത്. അതിലൊരു ഗ്ലാസ് കവറിംഗ് ഉണ്ട്. സോ ഈ സൺലൈറ്റ് എന്ത് ചെയ്യും? വിച്ച് എൻ്റർ ദ കളക്ടർ. സോ ഒരു കളക്ടർ പ്ലേറ്റ് ഉണ്ട്. സോ സൺലൈറ്റ് എൻ്റർ ദ കളക്ടർ പ്ലേറ്റ് ത്രൂ ദ ഗ്ലാസ് കവറിംഗ് ഓർ ഗ്ലേസിംഗ് ആൻഡ് ഇറ്റ് ഹിറ്റ് ദ ബ്ലാക്ക് മെറ്റൽ അബ്സോർബർ പ്ലേറ്റ് ആൻഡ് ടേൺ ഇൻ ടു ഹീറ്റ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ മെറ്റൽ അബ്സോർബർ ആയിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലേറ്റ് ഒരു ബ്ലാക്ക് കളർ മെറ്റൽ അബ്സോർബർ ആയിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ടേൺസ് ഇൻ ടു ഹീറ്റ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദ ഇൻസുലേഷൻ ആൻഡ് ദ ഗ്ലാസ് കവർ കീപ് ദ ഹീറ്റ് ഫ്രം ദ എസ്കേപ്പിംഗ്. ഇൻസുലേറ്റർ ആൻഡ് ഗ്ലാസ് കവർ ഉണ്ട്. ഈ ഒരു പാനലിനകത്ത് ഒരു ഇൻസുലേഷൻ ആൻഡ് ഗ്ലാസ് കവർ ഉണ്ട്. സോ എന്തൊക്കെ ഈ ഹീറ്റിനെ അതിൻ്റെ ഉള്ളിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഹീറ്റിനെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ വിടാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു ഇൻസുലേഷൻ ആൻഡ് ഗ്ലാസ് കവർ ഉണ്ട്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഓർ ദ ഫോർത്ത് പ്രോസസ് ഈസ് മെറ്റൽ ട്യൂബ് ഫിൽഡ് വിത്ത് വാട്ടർ ഓർ ആന്റി ഫ്രീസ് ഹീറ്റർ. സോ ഇവിടെ നമുക്ക് ഈ മെറ്റൽ ട്യൂബ്സ് കാണാം. സോ ഈ മെറ്റൽ ട്യൂബ് എന്ത് ചെയ്യും? ദാറ്റ് ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ. അത് സോ ഈ ഹീറ്റ് കാരണം ഈ വാട്ടർ ഓൾസോ ഗെറ്റ് ഹീറ്റർ. So the hot liquid is transported to the storage tank where it heat usable water. So നമുക്കിപ്പം ഇവിടെ ഈ ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു ഹോട്ട് ലിക്വിഡ് ഉണ്ട്. ഈ ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു ഹോട്ട് ലിക്വിഡ് ഉണ്ട്. That hot liquid is transported to the storage tank. നമ്മൾ എവിടെയാണോ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ ഉള്ള ആ യൂസ് ചെയ്യുന്ന വാട്ടറിലേക്ക് ഈ സ്റ്റോർ ചെയ്ത്, അതായത് ഈ ഹോട്ട് ലിക്വിഡ് ഈ സ്റ്റോറേജ് ടാങ്കിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യും. And the sixth step is, if needed, an auxiliary heater continues to heat the water to the desired temperature. So basically ഈ ഒരു പ്രോസസ്സാണ്. നമുക്കിവിടെ ഹൗസിന്റെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ കാണാം. സോ ആ ബിൽഡിംഗ് സ്ട്രക്ചറിൽ ഒരു കളക്ടർ ഉണ്ട്. ഈ കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ബ്ലാക്ക് പെയിന്റഡ് ആണ്. അതിന്റെ മുകളിൽ ഒരു ഗ്ലാസ് കവറിംഗ് ഉണ്ടാവും. ഈ ഗ്ലാസ് എസ്കേപ്പിങ്ങും പിന്നെ ചുറ്റും ഇൻസുലേഷൻ ഉണ്ടാവുക. സോ സൺലൈറ്റ് enters the glass collector through the glass covering. അതൊരു ബ്ലാക്ക് കളർ മെറ്റൽ അബ്സോർബർ, ബ്ലാക്ക് കളർ എന്ന് വെച്ചാൽ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നതാണ്. മെറ്റൽ അബ്സോർബർ പ്ലേറ്റ് കളക്ട് ചെയ്യും, ഹിറ്റ് ചെയ്യും ഈ പറഞ്ഞ സൺലൈറ്റ്. ആൻഡ് ദാറ്റ് ഹിറ്റിംഗ് സൺലൈറ്റ് ഈസ് ടേൺഡ് ഇൻ ടു ഹീറ്റ്. അതായത് നമ്മൾ സോളാർ എനർജീനെ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കാറ്റഗറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോളാർ എനർജി can either it can be converted into heat or it can be converted into electricity. So ഇവിടെ നമ്മൾ സോളാർ എനർജീനെ ഒരു ബ്ലാക്ക് പെയിന്റഡ് മെറ്റൽ അബ്സോർബർ പ്ലേറ്റ് വെച്ചിട്ട് ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പാനലിന്റെ ചുറ്റും ഇൻസുലേഷനും ഗ്ലാസ് കവറിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹീറ്റിനെ പുറത്തേക്ക് പോകുന്നതിന്, അതായത് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ അനുവദിക്കില്ല ഈ പറഞ്ഞ ഇൻസുലേഷനും ഈ ഗ്ലാസ് കവറിംഗ് ഒക്കെ. ആൻഡ് ഈ പ്ലേറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു മെറ്റൽ ട്യൂബ്സ് ഉണ്ടാവും ഇൻസൈഡ് ദിസ്. അതായത് ഈ പ്ലേറ്റിന്റെയും ഈ ഗ്ലാസ് കവറിങ്ങിന്റെയും
in between ആയിട്ട് മെറ്റൽ ട്യൂബ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് മെറ്റൽ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫിൽഡ് വിത്ത് വാട്ടർ അല്ലെങ്കിൽ ആന്റിഫ്രീഡ്സ് ഹീറ്റർ. സോ ഇറ്റ് ഇവൻച്വലി ഗെറ്റ് ഹീറ്റഡ് അപ്പ്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള അതായത് ഗ്ലാസ് കവറിങ്ങും ഈ മെറ്റാലിക് ബ്ലാക്ക് കളർ പ്ലേറ്റിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഹീറ്റ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ലിക്വിഡിനെ ഹീറ്റപ്പ് ചെയ്യും. ആൻഡ് ദിസ് ഹോട്ട് ലിക്വിഡ് ഇസ് ദെൻ ട്രാൻസ്പോർട്ടഡ് ഇൻ ദ സ്റ്റോറേജ് ടാങ്ക്. നമ്മൾ എവിടെയാണോ നമുക്ക് യൂസബിൾ വാട്ടർ വെച്ചിട്ടുള്ള ആ യൂസബിൾ വാട്ടർ സ്റ്റോറേജിന്റെ അകത്തേക്ക് ഈ ഹോട്ട് ലിക്വിഡ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യും. സോ ഇവൻച്വലി ദാറ്റ് വാട്ടർ ഓൾസോ ഗെറ്റ് ഹീറ്റഡ് അപ്പ്. സോ ഇതാണ് ഈ സോളാർ വാട്ടർ ഹീറ്റിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദാറ്റ് ഇസ് where heat from the sun is used to heat the water in the glass. Here this is the glass panel on the roof, and water is pumped through the pipe in the panel. നമ്മളിവിടെ വാട്ടർ ഈ പമ്പിലൂടെ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് പാസ് ത്രൂ ദ പാനൽ. യൂസിംഗ് ദ ഹീറ്റ് ഫ്രം ദ സൺ, വാട്ടർ പൈപ്പ് ഗെറ്റ് ഹോട്ട് ദാറ്റ് റൺ ത്രൂ ദ ഹൗസ് ഇൻ ബിക്കമിംഗ് കോമൺ മെത്തേഡ് ഫോർ യൂസിംഗ് സോളാർ പവർ. ദിസ് പൈപ്സ്, ഈ പൈപ്പ് നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റഡ് ആണ് ആൻഡ് പ്ലേസ് ഇൻ ദ ടൈപ്പ് ഓഫ് എ ഗ്രീൻ ഹൗസ് ദാറ്റ് വിൽ അബ്സോർബ് ദ ഹീറ്റ് ഫ്രം ദ സൺ. സോ ഈ പൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് സോളാർ പൈപ്പിനാണ്. ദാറ്റ് ഇസ് മെറ്റൽ ട്യൂബ്സ് ആണ് ആൻഡ് ദാറ്റ് ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ. ദാറ്റ് ടു ഇസ് ഓൾസോ പെയിന്റഡ് വിത്ത് ബ്ലാക്ക് കളർ. കാരണം ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അബ്സോർബർ ആണ്, ഹീറ്റ് അബ്സോർബർ അല്ലെങ്കിൽ ലൈറ്റ് അബ്സോർബർ ആണ് ഈ ബ്ലാക്ക് കളർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ this helps to keep the hot water without having to use electricity. So ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ടെക്നിക് യൂസ് ചെയ്താൽ വിത്തൗട്ട് യൂസിങ് ഇലക്ട്രിസിറ്റി നമുക്ക് വാട്ടറിനെ ഹീറ്റപ്പ് ചെയ്യാനാണ് സോളാർ ഹീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ ദ സോളാർ വാട്ടർ ഹീറ്റിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു. അതിൻ്റെ ഹിയർ ഫസ്റ്റ് പോയിന്റ് വെച്ചാൽ ഗ്ലാസ് പാനൽ ഓൺ ദ റൂഫ് കളക്ട് ആൻഡ് അബ്സോർബ് ഹീറ്റ് ആൻഡ് ഹീറ്റ് വാട്ടർ. അതായത് ഇവിടെ ഒരു ഗ്ലാസ് പാനൽ ഉണ്ട്. ഈ സ്ട്രക്ചർ നോക്കിയേക്കനെ ഒരു ഗ്ലാസ് പാനൽ ഉണ്ട്. സോ ഈ ഗ്ലാസ് പാനൽ it is placed on the roof and it is used to collect and absorb heat water and absorb heat, and this heat will heat the water. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു സോളാർ സ്പേസ് ഹീറ്റിംഗ് ഓഫ് ബിൽഡിംഗ് ആണ്. ഈ സോളാർ സ്പേസ് ഹീറ്റിംഗ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മളത് യൂറോപ്യൻ കൺട്രീസ്, യൂറോപ്പ്, റഷ്യ അങ്ങനെയുള്ള കൺട്രീസിലാണ്, അതായത് നോർത്തേൺ സൈഡിലുള്ള കൺട്രീസിലാണ് നമ്മൾ സോളാർ ടൈപ്പ് ഓഫ് സ്പേസ് ഹീറ്റിംഗ് ഓഫ് ബിൽഡിംഗ്. അതായത് നമുക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ, റൂമിൻ്റെ ഉള്ളിൽ ഒരു വാംനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സോളാർ സ്പേസ് ഹീറ്റിംഗ് ഓഫ് ബിൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ സോളാർ സ്പേസ് ഹീറ്റിംഗിന്റെ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിലും ഇതൊരു പാസീവ് സിസ്റ്റം ആണ്. പാസീവ് സിസ്റ്റം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നോ മെക്കാനിക്കൽ ഡിവൈസ് ഇസ് യൂസ്ഡ് ഫോർ ദിസ് ഹീറ്റിംഗ് പർപ്പസ്. ഇവിടെ വേറെ ഒരു മെക്കാനിക്കൽ ഡിവൈസോ യൂസ് ചെയ്തിട്ടല്ല നമ്മൾ ഹീറ്റിംഗ് പർപ്പസ് ചെയ്യുന്നത്. അതായത് വേറെ ഒരു പമ്പോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാണ്ടാണ് we are making use of this temperature അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് വാം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതായത് മെക്കാനിക്കൽ ഡിവൈസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് ഹീറ്റിംഗ് സിസ്റ്റം ഈസ് നോൺ ആസ് പാസീവ് ഹീറ്റിംഗ് സിസ്റ്റം. അങ്ങനത്തെ സിസ്റ്റത്തിനാണ് പാസീവ് ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. സോ ഈ പാസീവ് ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഈ യൂറോപ്യൻ കൺട്രീസ് ലൈക്ക് റഷ്യ, പിന്നെ റഷ്യ അങ്ങനത്തെ കൺട്രീസ് ഒക്കെ, യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഈ പറഞ്ഞ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ന് പറയുമ്പോൾ സൺ ഏത് ഡയറക്ഷനിലായിരിക്കും? സൺ എന്ന് പറയുന്നത് സദേൺ ഡയറക്ഷനിലായിരിക്കും. സൺലൈറ്റ് വരുന്നത് സദേൺ ഡയറക്ഷനിലായിരിക്കും. സോ നമ്മൾ അവിടെ ഈ പറഞ്ഞ പാസീവ് സിസ്റ്റത്തിന്റെ അകത്ത് ഈ സോളാർ ഹൗസിന്റെ വാൾ എന്ന് പറയുന്നത് സദേൺ ഫേസിങ് ആയിരിക്കും. അതായത് ഈ ഹൗസിന്റെ വാൾ ഏത് ഡയറക്ഷനിലാണ് നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ഈ സെറ്റപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നത്, അതായത് സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്, ആ വാൾ, നമ്മളെ വാളിനെ ബ്ലാക്ക് പെയിന്റ് ചെയ്യും. ആ ബ്ലാക്ക് വാൾ പെയിന്റ് ചെയ്ത വാള് സദേൺ ഡയറക്ഷനിലായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സദേൺ ഡയറക്ഷനിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഈ സദേൺ ഫേസിങ് വാളിന് ഒരു അബ്സോർപ്ഷൻ മെറ്റീരിയൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ കോൺക്രീറ്റും അബ്സോർപ്ഷൻ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് ഈ പറഞ്ഞ വാളിനെ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് ടു വിൽ ബി പെയിന്റഡ് ബ്ലാക്ക്. ഈ പറഞ്ഞ ഈ വാൾ, അതായത് ഈ പറഞ്ഞ വാളിനെ ട്രോം വാൾ എന്നും നമ്മൾ പറയും. ട്രോം വാൾ എന്നും കൂടി ഈ പറഞ്ഞ വാളിനെ പറയും. TROMB, ട്രോം വാൾ. സോ ഈ ട്രോം വാൾ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് അബ്സോർബിങ് വാൾ ആയിരിക്കും. സോ അത് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ പറഞ്ഞ ലൈറ്റ് അബ്സോർബിങ് മെറ്റീരിയലും കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഈ ട്രോം വാൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുക. ഈ ട്രോം വാൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടു വിൽ ബി പെയിന്റഡ് ഇൻ ബ്ലാക്ക്. കാരണം
ഇതില് എന്ത് വേണം, ഇതിന് ലൈറ്റ് അബ്സോർവ് ചെയ്യാൻ പറ്റണം. ലൈറ്റ് ഒബ്സർവിങ് മെറ്റീരിയൽ ആണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂട് അല്ലെങ്കിൽ ഹീറ്റ് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുന്ന കളറാണ് ലൈറ്റ് കളർ, ബ്ലാക്ക് കളർ. സോ ഈ പറഞ്ഞ ട്രോംബോൾ ഉണ്ട്. അതേപോലെ തന്നെ ഇതാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രോംബോൾ. ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ട്രോംബോൾ. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു ഡബിൾ ലെയർ ഗ്ലാസ് ഉണ്ട്. സോ ഈ ഒരു ഹൗസ് എടുക്കുകയാണെങ്കിൽ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ സദേൺ ഡയറക്ഷനിലാണ്. സോ ഈ ട്രോംബോൾ ഷുഡ് ബി ഫേസിങ് ദ സദേൺ ഡയറക്ഷൻ. സോ നെക്സ്റ്റ് വി ഹാവ് എ ഡബിൾ ലെയർ ഗ്ലാസ് ഉണ്ട്, ഡബിൾ ലെയർ ഗ്ലാസ് ഉണ്ട്. സോ ഈ ഗ്ലാസിന്റെയും ഈ ട്രോംബോളിന്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള എയർ, ഒരു ചെറിയൊരു എയർ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്ലാസും അതേപോലെ തന്നെ ഈ ട്രോംബോളും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. സോ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും, ഇറ്റ് വാം അപ്പ്. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വരുന്ന എയർ ഇറ്റ് ഗെറ്റ് വാം അപ്പ്. ആൻഡ് ഈ വാം എയർ എന്താ നമുക്കറിയാം, ലോ ഡെൻസിറ്റി കാരണം ദിസ് വാം എയർ വിൽ റൈസ് അപ്പ്. നമുക്ക് ഈ ട്രോംബോളിൽ രണ്ട് ഗ്യാപ്പ് വേണം. ഒന്ന് ഒരു ഇൻലെറ്റ് ആയിട്ടും ഒന്നൊന്ന് ഔട്ട്ലെറ്റ് ആയിട്ടും നമുക്ക് നെയിം ചെയ്യാം. ഇൻലെറ്റ് ആയിട്ടും പിന്നെ ഔട്ട്ലെറ്റ് ആയിട്ടും. സോ ഈ വാം എയർ, റൈസ് അപ്പ് ചെയ്ത എയർ ഈ പറഞ്ഞ ഔട്ട്ലെറ്റിലൂടെ നമ്മൾ റൂമിലേക്ക് പാസ് ചെയ്യും. ഈ വാം എയർ റൈസ് അപ്പ് ചെയ്യും ഡ്യൂ ടു ലോ ഡെൻസിറ്റി, ആൻഡ് അത് റൂമിലേക്ക് പാസ് ചെയ്യും. ആൻഡ് നമുക്കറിയാം അപ്പൊ കൂൾ എയർ എന്ത് ചെയ്യും, കാരണം ഹൈ ഡെൻസിറ്റി കാരണം അത് ലോവർ പാർട്ടിനാണ് ഉണ്ടാവുക, റൂമിന്റെ ലോവർ പാർട്ടിൽ. സോ കൂൾ എയർ വിൽ നാച്ചുറലി എൻ്റർ ദിസ് സ്പേസിങ് ബിറ്റ്വീൻ ഗ്ലാസ് ആൻഡ് ദിസ് ട്രോംബോൾ. സോ ഇങ്ങനെയാണ് ഈ പറഞ്ഞ സർക്കുലേഷൻ നടക്കുന്നത്. അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ വാം എയർ കാരണം ഈ ഗ്രേ കളറിൽ കാണിച്ചിരിക്കുന്ന മൊത്തം ഇൻസുലേഷനാണ്. ഗ്രേ കളറിൽ കാണിച്ചിരിക്കുന്ന ഫുൾ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള റൂം ആയിരിക്കും. സോ ഇങ്ങനെ ഈ റൂമിന്റെ മെയിൻ ടെമ്പറേച്ചർ നമുക്ക് വാം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമുക്ക് വിത്തൗട്ട് യൂസിങ് ഇലക്ട്രിസിറ്റി ഓർ വിത്തൗട്ട് യൂസിങ് എ കൈൻഡ് ഓഫ് ആക്റ്റീവ് ഡിവൈസസ് ഓർ ആക്റ്റീവ് ടെക്നോളജി, ഒരു പാസീവ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ, അതായത് സോളാർ സ്പേസ് ഹീറ്റിംഗ് ഓഫ് ബിൽഡിംഗ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ബേസിക്കലി ഒരു ട്രോംബോൾ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ഉണ്ടാവും, ഡബിൾ ലെയർ ഗ്ലാസ് ഉണ്ടാവും. ഈ ട്രോംബോളും ഈ ഗ്ലാസും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. സോ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വരുന്ന എയർ ഈ പറഞ്ഞ സൺലൈറ്റ് കാരണം ഹീറ്റപ്പ് ആവും, വാമപ്പ് ആവും. സോ ദാറ്റ് എയർ വിൽ കം അപ്പ് ഓർ റൈസ് അപ്പ് and that will go through this outlet to the room. അപ്പൊ അവിടെ വാം എയർ ഉണ്ട്. ആ വാം എയർ ഈ പറഞ്ഞ ഇൻസുലേറ്ററെല്ലാം കാരണം പുറത്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. സോ അത് സർക്കുലേറ്റ് ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ. സോ കൂൾ എയർ വിച്ച് ഇസ് ഇൻ ദ ഡൗൺ പാർട്ട് ഓഫ് ദ റൂം, ഇത് ഇൻലെറ്റ് വഴി ഈ ഗ്യാപ്പിൽ എൻ്റർ ചെയ്യും. സോ നാച്ചുറലി അവിടെ വാം എയർ കൂൾ എയർ സർക്കുലേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വാം എയർ കൂളായി വരുന്നതനുസരിച്ചിട്ട് തന്നെ അതിന്റെ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് അത് താഴോട്ട് വരും. സോ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സ്പേസ് ഹീറ്റിംഗ് ആണ്, സോളാർ സ്പേസ് ഹീറ്റിംഗ് ആണ് ഈ പറഞ്ഞ പോലെ നെതേൺ ഹെമിസ്ഫിയറിൽ, യൂറോപ്പ്, റഷ്യ അങ്ങനത്തെ കൺട്രീസിലൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി ഇത് അവിടെ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ വാൾ, ഈ ട്രോം വാളിന്റെ ഫേസിംഗ് എന്ന് പറയുന്നത് ഇത് സദേൺ ഡയറക്ഷനിലായിരിക്കും ട്രോം വാളിന്റെ ഹീറ്റിംഗ്. ഇനി നെക്സ്റ്റ് സോളാർ റെഫ്രിജറേഷൻ നോക്കുവാണെങ്കിൽ, സോളാർ റെഫ്രിജറേഷൻ്റെ അകത്ത് എന്തുണ്ട്, നമ്മൾ സാധാരണ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രിഡ്ജിലാണെങ്കിൽ ഫസ്റ്റ് ഒരു സോളാർ പാനൽ ഉണ്ട്. സോളാർ റെഫ്രിജറേഷനിൽ ഒരു സോളാർ പാനൽ ഉണ്ട്. ഈ സോളാർ പാനലിന്റെ നമ്മളൊരു സോളാർ കൺട്രോളറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോളാർ പാനലിനെ നമ്മളൊരു സോളാർ കൺവേർട്ടറിലേക്ക് കൺട്രോളറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ ഒക്കെ ഉണ്ടാവും, ഒരു DC to DC സോളാർ സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ ഒക്കെ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ടു എ സോളാർ കൺട്രോളർ. ഇതൊരു സോളാറിന്റെ ചാർജ് കൺട്രോളർ ആണ് ഈ സോളാർ കൺട്രോളർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് സോളാർ കൺട്രോളർ ഈസ് കണക്റ്റഡ് ടു എ സോളാർ ബാറ്ററി, അല്ലെങ്കിൽ ഒരു കാർ ബാറ്ററി, എന്തെങ്കിലും ആട്ടെ ഒരു കാർ ബാറ്ററി. ആൻഡ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇവിടെ ഒരു എമ്മീറ്ററും ഉണ്ടാവും. ഈ പറഞ്ഞ സോളാർ പവർ എത്ര, കറണ്ട് എത്ര മെഷർ ചെയ്യാൻ ഒരു എമ്മീറ്ററും കൂടി ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ടു എ ഇൻവേർട്ടർ, ഒരു സൈൻ വേവ് ഇൻവേർട്ടർ ആണ്. 2000 വാട്ടോളം വരുന്ന ഒരു സൈൻ വേവ് ഇൻവേർട്ടർ ഉണ്ടാവും, DC to AC സൈൻ വേവ് ഇൻവേർട്ടർ ഉണ്ടാവും. ആൻഡ് ഫ്രം ദ ഇൻവേർട്ടർ ഇറ്റ് ഈസ് ഗിവൺ ടു ദ റെഫ്രിജറേഷൻ, അല്ലെങ്കിൽ റെഫ്രിജറേഷന്റെ കണക്ഷൻ നമ്മൾ ഇൻവേർട്ടറിലേക്ക് കൊടുക്കും. സോ ബേസിക്കലി ഇവിടെയും ഈ പറഞ്ഞ സോളാർ റെഫ്രിജറേഷൻ ഈ സോളാർ പാനൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നടത്തുന്നത്.
And the solar refrigeration is generally required for food preservation. നമ്മൾ അറിയാം റെഫ്രിജറേഷൻ എന്തിനാണ്, ഫുഡ് preservation ആണ്, or for storage of biological materials. നമ്മൾ ലബോറട്ടറി വൈസ് നോക്കുകയാണെങ്കിൽ ബയോളജിക്കൽ മെറ്റീരിയൽസ് ഒക്കെ സേവ് ചെയ്യാനും കൂടിയിട്ടാണ്, സ്റ്റോർ ചെയ്യാനും കൂടിയിട്ടാണ് ഈ സോളാർ റെഫ്രിജറേഷൻ യൂസ് ചെയ്യുന്നത്. And ഇവിടെ a lot of experiment has been carried out in several countries on solar operated coolers using absorption cooling cycles. ഈ സോളാർ റെഫ്രിജറേഷന്റെ മുകളിൽ അല്ലെങ്കിൽ സോളാർ കൂളിംഗിന്റെ മുകളിൽ ലോട്ട് ഓഫ് എക്സ്പെരിമെന്റ് ഹാവ് ബീൻ കണ്ടക്റ്റഡ്, അല്ലെങ്കിൽ ലോട്ട് ഓഫ് എക്സ്പെരിമെന്റ് ഹാവ് ബീൻ ഡൺ ഇൻ മെനി കൺട്രീസ്, ഇൻ സെവറൽ കൺട്രീസ്. സോ ഇതാണ് സോളാർ റെഫ്രിജറേഷൻ. ഇനി സോളാർ ഡ്രൈയിങ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ട്രഡീഷണൽ മെത്തേഡ് ഓഫ് യൂട്ടിലൈസിങ് ഡയറക്റ്റ് സോളാർ എനർജിയാണ്. ഇതിൽ നമ്മൾ സോളാർ പാനൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് സോളാർ ഡ്രൈയിങ് ആണ്. ഇതാണ് നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ്, നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന സോളാർ എനർജിനെ ഇങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് യൂട്ടിലൈസിങ് സോളാർ എനർജി. And next, like here, agriculture product, crop, fruits, vegetable, fish, hay, etc. are sun dried. സൺ ഡ്രൈ ചെയ്തോടെ തന്നെ നമുക്ക് അതിനെ സൺ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡിനെ കുറെ കാലം പ്രിസർവ് ചെയ്ത് വെക്കാന്നുള്ളതാണ് ഇതിന്റെ ഒരു പോയിന്റ്, സൺ ഡ്രൈയിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. കാരണം അതിനുള്ള മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാകുമ്പോഴാണ് ഫുഡൊക്കെ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഫുഡോ വെജിറ്റബിൾസോ ഫിഷോ ഹേയോ എനിത്തിങ്, മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് ഫംഗസ് വരുന്നത്, ചീത്തയായി പോകുന്നത്. സോ ഈ മോയ്സ്ചർ കണ്ടന്റ് അബ്സോർബ് ചെയ്യും. മോയ്സ്ചർ കണ്ടന്റ് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റ് കംപ്ലീറ്റ്ലി നമ്മൾ പുറത്ത് മീൻസ് അബ്സോർബ് ചെയ്ത് കളഞ്ഞ് സൺഡ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ മോയ്സ്ചർ കണ്ടന്റ് ആണ് നമ്മൾ മെയിൻലി അബ്സോർബ് ചെയ്ത് കളയുന്നത്. അത് മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാണ്ടാക്കാനാണ് നമ്മൾ സൺഡ്രൈ ചെയ്തത്. സോ ഇതൊരു സിംപ്ലസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ ടു ഡ്രൈ ആണ്. സോളാർ ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ ഓഫ് ഡ്രൈയിങ് ആണ് സോളാർ ഡ്രൈയിങ്. ഇനി സോളാർ കുക്കിംഗ്. ഈ സോളാർ കുക്കിങ്ങിന്റെ നോക്കുവാണെങ്കിൽ നമുക്ക് ബേസിക് ഒരു വുഡൻ ബോക്സ് ഉണ്ടാവും. ഈ വുഡൻ ബോക്സിന്റെ ഉള്ളിൽ തെർമോകോൾ ഉണ്ടാവും. ഈ തെർമോകോളിന്റെ ഉള്ളിൽ നമ്മളൊരു അലൂമിനിയം ഫോയിൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഈ സോളാർ കുക്കിംഗ് നോക്കുവാണെങ്കിൽ ഒരു വുഡൻ ബോക്സ്, ഒരു ബ്ലാക്ക് കളർ ബോക്സ് ഉണ്ടാവും. ആ ബോക്സിന്റെ ഉള്ളിൽ ഒരു തെർമോകോൾ, ആ ബോക്സിന്റെ ഷേപ്പിൽ തന്നെ ഒരു തെർമോകോൾ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ നമ്മളൊരു അലൂമിനിയം ഫോയിൽ അല്ലെങ്കിൽ അലൂമിനിയം ഷീറ്റ് ചെയ്യുന്നുണ്ടാവും. ആ അലൂമിനിയം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ പെയിന്റഡ് ആയിട്ടുള്ള അലൂമിനിയം ഷീറ്റ് നമ്മൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിന് ഒരു ലിഡ്, അതിന്റെ ലിഡ്, അതായത് ദിസ് ഈസ് ദ ലിഡ്, ആ ബോക്സിന്റെ ലിഡിന് നമ്മളൊരു മിറർ വെക്കും. ദിസ് ഈസ് ദ മിറർ. ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് മിറർ. ദാറ്റ് ബോക്സിന്റെ ലിഡിന് ദാറ്റ് ഇസ് കണക്റ്റഡ്, ഒരു റിഫ്ലക്റ്റഡ് പ്ലേറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ മിറർ വെച്ചിട്ടാണ് ലിഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ലിഡ് നമ്മൾ ഒരു ഡയറക്ഷനിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഈ പറഞ്ഞ നമുക്ക് എന്ത് ഫുഡാണോ ഹീറ്റ് ചെയ്യേണ്ടത് ആ ഫുഡ് ഒരു കണ്ടെയ്നറിലാണ് വി ടേക്ക്. ദാറ്റ് ഫുഡ് ഇസ് ടേക്കഡ് ഇൻ എ കണ്ടെയ്നർ. അവിടെ ഈ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, ഒരു കണ്ടെയ്നർ നമുക്ക് ഇവിടെ വെച്ചിട്ടാണ്. ദാറ്റ് കണ്ടെയ്നർ ടു ഹാവ് ടു ബി പെയിന്റഡ് ഇൻ ബ്ലാക്ക്. അങ്ങനത്തെ കണ്ടെയ്നർ, ബ്ലാക്ക് കളർ പെയിന്റഡ് കണ്ടെയ്നറിനകത്ത് നമുക്ക് എന്ത് ഫുഡാണോ ഹീറ്റ് ചെയ്യേണ്ടത്, സോളാർ കുക്ക് ചെയ്യേണ്ടത്, ദാറ്റ് ഫുഡ് ഇസ് കെപ്റ്റ് ഇൻ ദാറ്റ് കണ്ടെയ്നർ. ഈ കണ്ടെയ്നർ എന്ത് ചെയ്യും, നമ്മൾ ഈ അലൂമിനിയം ബ്ലാക്ക് കളർ പെയിന്റഡ് ഷീറ്റിന്റെ അകത്ത് നമ്മൾ പ്ലേസ് ചെയ്യും. അതായത് വുഡൻ ബോക്സിന്റെ മേലെ ഒരു തെർമോകോൾ ഷീറ്റ് ഉണ്ട്. തെർമോകോൾ ഷീറ്റിന്റെ മേലെ ഒരു അലൂമിനിയം ഷീറ്റ് ഉണ്ട്, ബ്ലാക്ക് കളർ പെയിന്റഡ് ആയിട്ടുള്ള അലൂമിനിയം ഷീറ്റ് ഉണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ വുഡൻ ഈ കണ്ടെയ്നർ വിച്ച് ഹാവ് ദ ഫുഡ് വിച്ച് ഇസ് പെയിന്റഡ് ഇൻ ബ്ലാക്ക് കണ്ടെയ്നർ അതിൻ്റെ അകത്ത് വെച്ചു. ആൻഡ് ദാറ്റ് ഈസ് കവേർഡ് ബൈ എ ഗ്ലാസ്. നമ്മൾ ഫൈനലി ഇവിടെ ഒരു ഗ്ലാസ് കാണാം മേലെ. സോ നേരത്തെ മുന്നേ ഈ സ്പേസ് ഹീറ്റിംഗിൽ പറഞ്ഞ അതേ ടെക്നോളജി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഹീറ്റിംഗിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു ബ്ലാക്ക് കളർ വാൾ ഉണ്ട്, ദാറ്റ് ഇസ് സ്റ്റോംബോർഡ് വാൾ ഉണ്ട്, അതിന്റെ പുറമെ ഒരു ഗ്ലാസ് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു എയർ ഹീറ്റപ്പ് ആവും. സെയിം സംഭവം തന്നെ ഇവിടെ ഉള്ളത്. ഒരു ബ്ലാക്ക് കളർ അലൂമിനിയം ഷീറ്റ് ഫോയിൽ ഉണ്ട്, ഫുഡ് വെച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ഓൾസോ ഇൻ കെപ്റ്റ് ഇൻ എ ബ്ലാക്ക് കളർ കണ്ടെയ്നർ. അതിന്റെ മേലെ നമ്മളൊരു ഡബിൾ ലെയർ ആയിട്ട് ഗ്ലാസ് ഉണ്ട്. സോ ഹിയർ നമുക്കറിയാം സോളാർ എനർജി ഈ മിറർ വെച്ച് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സോളാർ എനർജി മിററിലേക്ക് പോയി ആ മിറർ വെച്ച് ഈ ഗ്ലാസ്സിലേക്ക് വന്ന് ഹീറ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ സോളാർ എനർജി ഡയറക്ട്ലി ഈ ഗ്ലാസ്സിലേക്ക് വീഴുന്നുണ്ട്. ആൻഡ് ഹിയർ വി ഹാവ് എ കണ്ടെയ്നർ
with the food to be cooked that is kept in between this glass and this wooden box. പിന്നെ ഒരു ഔട്ടർ വുഡൻ ബോക്സ് ഉണ്ട് ഹാവിങ് തെർമോകോൾ ലൈനിങ് ഇൻസൈഡ്. അതൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ പാർട്ടുള്ളതാണ്. പിന്നെ ഒരു ഗ്ലാസ് ഷീറ്റ് കവർ ഉണ്ട്. ബേസിക്കലി നമ്മൾ പറഞ്ഞു ഈ ഒരു വുഡൻ ബോക്സ് ഉണ്ട്, ഒരു ഗ്ലാസ് ഷീറ്റ് കവർ ഉണ്ട്. ഈ വുഡൻ ബോക്സിനകത്ത് ഒരു തെർമോകോൾ ലൈനിങ് ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു അലൂമിനിയം ഷീറ്റ് പെയിന്റഡ് ഇൻ ബ്ലാക്ക് ഉണ്ട്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു ഈ വുഡൻ ബോക്സ് അല്ല, ഈ കണ്ടെയ്നർ ദാറ്റ് ഇസ് പെയിന്റഡ് ഇൻ ബ്ലാക്ക് കളർ ആണ്. സോ ഈ വരുന്ന സൺലൈറ്റ് ഈ മിറർ വെച്ച് നമ്മൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഈ മിറർ വെച്ച് ഡയറക്ട്ലി നമ്മൾ ഈ സൺലൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് ഫോക്കസ് ചെയ്യും. ആൻഡ് സം ഓഫ് ദ സൺലൈറ്റ് ആർ ഡയറക്ട്ലി എൻറ്ററിങ് ദിസ് ഗ്ലാസ്. സോ നാച്ചുറലി ഇറ്റ് ഗെറ്റ് ഹീറ്റഡ് അപ്പ്. ഇറ്റ് ഈസ് വെൽ ഇൻസുലേറ്റഡ്, അതായത് നല്ല രീതിയിൽ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഡയറക്ട്ലി ഹീറ്റ് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ തന്നെ തെർമോകോൾ വെച്ചിട്ട് നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെൽ ഇൻസുലേറ്റഡ് ഷാലോ റെക്ടാങ്കുലർ സ്ക്വയർ മെറ്റാൽ ബോക്സ് വിത്ത് ഫ്ലാറ്റ് ഗ്ലാസ് കവർ ബ്ലാക്ക് ഇൻസൈഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. ഇങ്ങനെയാണ് സോളാർ കുക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് സോളാർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. നമ്മൾ കുറെ ഫിലിമിലൊക്കെ ഇത് കണ്ടിട്ടുള്ളതാണ്. ഒരു ഗ്രീൻ ഹൗസ് ഗ്ലാസ്, അതായത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കുറെ സിനിമയിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഗ്രീൻ ഹൗസ് ഈസ് എ ക്ലോസ്ഡ് സ്ട്രക്ചർ covered with a transparent material like glass and plastic, and it utilizes solar energy for the growth of plant. So directly heat provide ചെയ്യേണ്ട പ്ലാന്റ്സിന് വേണ്ടുന്ന ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാണ് ഈ സോളാർ ഗ്രീൻ ഹൗസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഇൻകമിംഗ് ഷോർട്ട് വേവ് റേഡിയേഷൻ പാസ് ത്രൂ ദ ഗ്രീൻ ഹൗസ്, but long wave thermal radiation emitted by the object inside the cannot escape through the glazed glasses, and thus the radiation get trapped inside and increase ഇൻസൈഡ്. സോ ഈ റേഡിയേഷൻസ് നമ്മൾ ഈ സൺലൈറ്റ് അല്ലെങ്കിൽ വാം ടെമ്പറേച്ചർ ട്രാപ്പ് ചെയ്തിട്ട് അതിനെ പുറത്ത് വിടാണ്ടിരിക്കാനുള്ളൊരു സ്ട്രക്ചറാണ് ഈ സോളാർ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഈ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഹിയർ വി ഹാവ് എൻ ഇൻസുലേറ്റഡ് വാൾസ്. ദിസ് ഇൻസുലേറ്റഡ് വാൾസ് പ്രിവെന്റ് ഹീറ്റ് ലോസ് അറ്റ് നൈറ്റ്. സോ നൈറ്റിലും കൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഹിയർ വി ഹാവ് എ ഗ്ലേസിംഗ് സ്ട്രിപ്പ് റിഫ്ലക്ടർ ഉണ്ട്, and water barrel store heater ഉണ്ട്. and night insulation for glazing is optional ആണ്. അപ്പോൾ നമുക്ക് വേണേൽ ഈ നൈറ്റ് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റ് ഇൻസുലേഷൻ ഇല്ലാണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. that depends upon what kind of crop or plant we are growing inside this greenhouse എന്നുള്ളതാണ്. and next ഉള്ളതാണ് സോളാർ ഫർണേസ് എന്ന് പറയുന്നത്. ഈ സോളാർ ഫർണസ് യൂസ് ഹ്യൂജ് ഏരിയ ഓഫ് മിറർ ടു കോൺസെൻട്രേറ്റ് ദ സൺ എനർജി into a small area and produce very high temperature. ഇത് ലാർജ് മിറർ വെച്ചിട്ടാണ് ഈ സോളാർ ഫർണസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ഹ്യൂജ് ഏരിയ ഓഫ് മിറർ നമ്മൾ കോൺസെൻട്രേറ്റ് സൺ എനർജി ഒരു പെർട്ടിക്കുലർ സ്മോൾ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. നമുക്ക് ഇവിടെ നോക്കാം, ഒരു കോൺസെൻട്രേറ്റർ ഉണ്ട്. ഈ കോൺസെൻട്രേറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലാർജ് ടൈപ്പ് ഓഫ് മിറർ ആണ്. സോ ഈ മിറർ വെച്ചിട്ട് നമ്മൾ ഈ സൺ എനർജീനെ ഒരു ഫോക്കൽ ഒരു സ്മോൾ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഈ സോളാർ ഫർണസ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് can produce about 3500 degrees Celsius. And this can be used to melt refractory materials. ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്രയും പവറാണ്, അത്രയും ടെമ്പറേച്ചർ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് സോളാർ ഫർണസ്. ആൻഡ് നെക്സ്റ്റ് ആണ് സോൾട്ട് പ്രൊഡക്ഷൻ. ട്രഡീഷണൽ മെത്തേഡ് ടു ഒബ്റ്റെയിൻ സോൾട്ട് ആണ്. ദാറ്റ് സോൾട്ട് പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോളാർ ഡീസാലിനേഷൻ ആണ്. So this basic element in solar still is incoming radiation energy ആണ്. അതേപോലെ തന്നെ water vapor production from brine and condensation of water vapor and collection of condensate. So solar radiation which is passed through the glass cover is absorbed and converted into heat. Basically മുന്നേ പറഞ്ഞ തന്നെ solar radiation ഉണ്ട്, that is passed through the glass cover and it is absorbed and it is converted into heat which evaporates the water into saline water. അതായത് ഉപ്പ് കൂടിയ വെള്ളം പിന്നെ അതേപോലെ തന്നെ അല്ലാത്ത വെള്ളവും തമ്മിൽ, അതായത് സാധാരണ വെള്ളം പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകും. അത് നമുക്ക് അറിയുന്നതാണ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളം കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആവും, അതുകൊണ്ട് തന്നെ അതിന്റെ ഇവാപറേഷൻ മെല്ലനെ നടക്കും. സോ സോളാർ റേഡിയേഷൻ നമ്മൾ ഈ ഗ്ലാസ് കവറിലൂടെ പാസ് ചെയ്യും and it is absorbed and it is converted into heat. ഹീറ്റ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഉപ്പ് വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് സാധാരണ വെള്ളത്തിനെ ഇവാപറേറ്റ് ചെയ്ത് കൊണ്ടുപോകും. And the produced vapor is condensed to form purified water and collected. So ഈ നമ്മൾ ഈ ഇവാപറേറ്റ് ചെയ്ത വെള്ളത്തിന് വേറെ തന്നെ കളക്ട് ചെയ്യും, അതിനെ കണ്ടൻസ് ചെയ്തിട്ട് അതാണ് നമ്മൾ പറഞ്ഞ പ്യൂരിഫൈഡ് വാട്ടർ. നമ്മൾ ഈ സോൾട്ട് വാട്ടർ പ്യൂരിഫിക്കേഷൻ തന്നെയാണ് ബേസിക്കലി നടക്കുന്നത്. പക്ഷെ ഈ വാട്ടർ ഹീറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഗ്യാസോ അങ്ങനത്തെ ഒരു സോഴ്സും അല്ല,
സോളാർ എനർജി യൂസ് ചെയ്തിട്ട് ഈ സോൾട്ട് വാട്ടറിനെ ഹീറ്റ് ചെയ്യാം. ആ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ വാട്ടർ വേഗം ഇവാപറേറ്റ് പോകും. ആ ഇവാപറേറ്റ് ചെയ്ത വാട്ടറിനെ വേറെ രീതിയിൽ കണ്ടൻസ് ചെയ്യിപ്പിക്കും. കണ്ടൻസ്ഡ് വാട്ടർ ആണ് പ്യൂരിഫൈഡ് വാട്ടർ ആൻഡ് ദാറ്റ് വാട്ടർ ഇസ് കളക്റ്റഡ്. സോ ഇതാണ് ബേസിക്കലി വാട്ടർ ഡീസാലിനേഷനിൽ നമ്മൾ നടത്തുന്നത്. വാട്ടർ ഡീസാലിനേഷനിൽ നമ്മൾ നടത്തുന്ന പ്രോസസ് ഇതാണ്. സോ സോളാർ എനർജിയിൽ നമ്മൾ പറഞ്ഞ തെർമൽ കൺവേർഷൻ ഉണ്ട്, ഫോട്ടോ കൺവേർഷൻ ഉണ്ട്. ഈ സോളാർ ഫേർണസും പിന്നെ സോളാർ ഡീസാലിനേഷൻ ഒക്കെ ഫോട്ടോ കൺവേർഷൻ ആണ്. ആൻഡ് തെർമൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ യൂസിങ് ഹീറ്റ് ആണ്. ആൻഡ് ഫോട്ടോ കൺവേർഷൻ എന്ന് വെച്ചാൽ യൂസിങ് ഈ സോളാർ എനർജി എന്ന് പറയുന്നത് എന്ത് ഫോമിലേക്കാ? സോ ഈ പറഞ്ഞതെല്ലാം ആപ്ലിക്കേഷൻസ് ആണ്. തെർമൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആണ്. സോളാർ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ആൻഡ് ഫോട്ടോ വോൾട്ടേക് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ solar energy is converted in the form of electricity. Solar energy in the form of electricity ആണ്. സോ ഈ ഹീറ്റിന്റെ യൂസ് ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളാർ കുക്കിംഗ്, അതിൽ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഫോട്ടോ വോൾട്ടേക് കൺവേർഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഇലക്ട്രിസിറ്റി, സോളാർ പാനൽ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക. ആൻഡ് സോളാർ വാട്ടർ ഹീറ്ററും അതേപോലെ തന്നെ സ്പേസ് ഹീറ്റിംഗ് ഉണ്ട്, എയർ കണ്ടീഷനിങ് ഉണ്ട്, റെഫ്രിജറേഷൻ ഉണ്ട്, സോളാർ ഡ്രൈയിങ് ഉണ്ട്, സോളാർ കുക്കിംഗ്, സോളാർ ഇലക്ട്രിസിറ്റി, പിന്നെ സോളാർ ഗ്രീൻ ഹൗസ്, സോളാർ ഫേർണസ് ആൻഡ് സോളാർ ഡീസാലിനേഷൻ, സോളാർ പ്രൊഡക്ഷൻ, സോൾട്ട് പ്രൊഡക്ഷൻ ആൻഡ് സോളാർ ഇലക്ട്രിസിറ്റി. അപ്പൊ ഇത്രയാണ് സോളാർ എനർജിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, സോളാർ ഇലക്ട്രിസിറ്റി ഒരു സ്ലൈഡും കൂടി ഉണ്ട്. സോളാർ ഇലക്ട്രിസിറ്റി ദിസ് ഇസ് തെർമൽ. സോ ഈ സോളാർ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി സോളാർ പാനൽ വെച്ചിട്ട് തന്നെയാണ്. സോ സോളാർ എനർജി ഇസ് യൂസ്ഡ് ടു ഹീറ്റ് എ ഫ്ലൂയിഡ് ആൻഡ് റൺസ് ദ ടർബൈൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ആണ്. സോ ഈ ഒരു ട്യൂബിന്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ടാവും, ആ ഫ്ലൂയിഡിനെ ഹീറ്റ് ചെയ്യുക, ദെൻ റൺസ് ദ ടർബൈൻ ആൻഡ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. സോ ഈ ഫ്ലൂയിഡ് ഹീറ്റ് അപ്പ് ആവുന്നതിനനുസരിച്ചിട്ട് ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. സോ അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. സോളാർ ഇലക്ട്രിസിറ്റിന്റെ ഒരു ഫിഗറും കൂടിയാണ്. സോളാർ സെൽസ് വെച്ചിട്ടുള്ളതാണ്. മെയ്ഡ് ഓഫ് സെമി കണ്ടക്ടർ ദാറ്റ് വിച്ച് ഇസ് ഫോട്ടോ വോൾട്ടേക് ആണ്. സോ സോളാർ സെൽസ് മെയ്ഡ് അപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ദാറ്റ് കൺവേർട്സ് സൺലൈറ്റ് ഡയറക്ട്ലി ഇൻടു ഇലക്ട്രിസിറ്റി. സൺലൈറ്റിനെ ഡയറക്ട്ലി ഇലക്ട്രിസിറ്റിയിലേക്ക് മാറ്റുന്നതാണ്. ആൻഡ് ഫോട്ടോ വോൾട്ടേക് റൂഫ് ടൈൽ ഉണ്ട്, used for covering roof are special tiles which trap sunlight and transform into electricity. That is solar photovoltaic. So the solar cells വെച്ചിട്ടാണ്. Here there is a photovoltaic roof tile ഉണ്ട്. ഈ റൂഫ് ടൈൽ എന്താ വെച്ചാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടൈലാണ് ഈ ഫോട്ടോവോൾട്ടേക് റൂഫ് ടൈൽ എന്ന് പറയുന്നത്. ദിസ് ട്രാപ്പ് ദി സൺലൈറ്റ് ആൻഡ് ട്രാൻസ്ഫോം ഇൻടു ഇലക്ട്രിസിറ്റി ആണ്. ഹിയർ വി ക്യാൻ സീ ഒരു സൺലൈറ്റ് ഉണ്ട്, ഒരു ഫ്രണ്ട് കോണ്ടാക്ട് ഉണ്ട്, ഒരു ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഉണ്ട്. Here, in this way, solar electricity is created. ഇനി ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി പറയുകയാണെങ്കിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, the world first that completely operate on solar power ആണ് സിയാൽ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ വേൾഡിലെ തന്നെ ഫസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ദാറ്റ് കംപ്ലീറ്റ്ലി ഓപ്പറേറ്റ് ഓൺ സോളാർ പവർ. ആൻഡ് ഇറ്റ് കംപ്രൈസസ് 46,150 സോളാർ പാനലാണ്. നമ്മളെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ 46,150 solar panel is laid across 45 acres near the cargo complex. And here 12 എങ്ങനെ കഴിഞ്ഞു. ഒരു മിനിറ്റ്, ഇതുകൂടി ഈ സ്ലൈഡും കൂടിയേ ഉള്ളൂ, ഇതുകൂടി ജസ്റ്റ് കവർ ചെയ്തിട്ട് നിർത്താം. Here 12 megawatt power solar plant ആണ്. It's producing 50,000 to 60,000 unit of electricity per day. ഇത് ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മളെ വേൾഡിൽ തന്നെ ഫസ്റ്റ് അതായത് വേൾഡ്സിലെ ഫസ്റ്റ് കംപ്ലീറ്റ്ലി ഓപ്പറേറ്റ് ചെയ്യുന്ന, അതായത് കംപ്ലീറ്റ്ലി സോളാർ പവറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വേൾഡിലെ ഫസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് കേരളത്തിലെ കൊച്ചിയിലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അതിൽ ഏകദേശം 46,150 സോളാർ പാനൽസോളം 45 acres ഓഫ് ലാൻഡ് നിയർ ദ കാർഗോ കോംപ്ലക്സ് ലേ ചെയ്തിട്ടുണ്ട്. അതിൽ പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 50,000 to 60,000 യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് പെർ ഡേ
പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് എ ഗ്രിഡ് കണക്റ്റഡ് സിസ്റ്റം വിത്തൗട്ട് ബാറ്ററി സ്റ്റോറേജ് ആൻഡ് പവർ ബാങ്കിങ് മൊഡ്യൂൾ വിത്ത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB and has been worked out. So wherein CR gives as much power it produces in day to grid the grid of KSEB and buy back the power from them when needed. Especially night in the സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ KSEB അത് പവർ ആവശ്യപ്പെടുന്നുണ്ട്. ആൻഡ് റെഡ്യൂസ് കാർബൺ എമിഷൻ, മെയിൻലി കാർബൺ എമിഷൻ സസ്റ്റൈനബിൾ ആണ്. ആൻഡ് മെയിൻലി കാർബൺ എമിഷൻ ഇസ് റെഡ്യൂസ്ഡ് ഈക്വൽ ടു 1.75 lakhs for the next 25 years. And this is equal to planting 30 lakhs tree. 30 ലക്ഷം മരങ്ങൾ നടുന്നതിന് തുല്യമാണ് ഈ പറഞ്ഞ ഈ ഒരു പ്രോസസ്സ്. അതായത് സോളാർ എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഈ സിസ്റ്റം വന്നതുകൊണ്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്.